ഡൽഹിയിലെ ഒരു പള്ളിക്ക് സമീപം ഇന്ന് പുലർച്ചെ നടന്ന കയ്യേറ്റ വിരുദ്ധ നീക്കത്തിനിടെ അക്രമാസക്തമായ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. രാംലീല മൈതാനത്തെ സയ്യിദ് ഫൈസി ഇലാഹി പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് പൊളിക്കുന്നതിനിടെ നാട്ടുകാർ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്കും പോലീസ് സംഘങ്ങൾക്കും നേരെ കല്ലെറിഞ്ഞു. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ രാത്രി പൂനെയിൽ വസതിയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് പൂനെയിലെ വൈകുണ്ഠ ശ്മശാനത്തിൽ നടക്കും. തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിടവാങ്ങൽ ചിത്രമായ ജനനായകൻ 2026 ജനുവരി 9 വെള്ളിയാഴ്ച റിലീസ് ചെയ്യില്ലെന്നും പുതിയ റിലീസ് പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ നിർമ്മാതാക്കൾ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി ഉത്തരവുകൾ മാറ്റിവച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്. ഗ്രീൻലാൻഡ് വാങ്ങുന്നതിനെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ദേശീയ സുരക്ഷാ സംഘവും സജീവമായ ചർച്ചകൾ നടത്തുമ്പോഴും നാറ്റോ സഖ്യത്തോട് പ്രതിജ്ഞാബദ്ധനാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലിവിറ്റ് പറഞ്ഞു. ഗ്രീൻലാൻഡിലെ ധാതുസമ്പത്ത് സ്വന്തമാക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന മിസ്റ്റർ ട്രംപ് ബലപ്രയോഗത്തിലൂടെ ആ പ്രദേശം പിടിച്ചെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ നാറ്റോ സഖ്യകക്ഷികളുമായി പിരിമുറുക്കം സൃഷ്ടിച്ചു.